ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ദീപു എസ് എൽ. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ച പാർലമെന്റിന്റെ ഇരുസഭകളിലും പുരോഗമിക്കുന്നു. രാജ്യത്തിന്റെ ഭാവി യുവാക്കളിലാണെന്നും തൊഴിലില്ലായ്മ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾക്കാണ് മുൻഗണന നൽകേണ്ടതെന്നും ലോക്സഭാ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് എംപിയുമായ രാഹുൽ ഗാന്ധി പറഞ്ഞു. കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കാൻ നിരവധി സംരംഭങ്ങളാണ് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ളതെന്ന് BJP അംഗം കിരൺ ചൌധരി രാജ്യസഭയിൽ പറഞ്ഞു. രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്ക് 6% നിന്ന് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ 3.2% കുറഞ്ഞതായി തൊഴിൽ സഹമന്ത്രി ശോഭ കരന്തലജെ ലോക്സഭയിൽ അറിയിച്ചു. അടുത്ത 5 വർഷത്തിനുള്ളിൽ 4 കോടിയിലധികം യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്ന 5 പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. കേരളത്തിനുള്ള റെയിൽവേ ബജറ്റ് വിഹിതം 3042 കോടി രൂപയെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. അമൃത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്തെ 35 സ്റ്റേഷനുകൾ നവീകരിച്ചതായി കേന്ദ്രമന്ത്രി അറിയിച്ചു. രാജ്യത്ത് പുതിയ 15 നമോ ഭാരത്, 100 അമൃത് ഭാരത്, 200 വന്ദേ ഭാരത് ട്രെയിനുകൾ അനുവദിച്ചതായും കേന്ദ്രമന്ത്രി അറിയിച്ചു. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം അവസാനിച്ചു. മറ്റന്നാളാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ ഈ മാസം 8 നടക്കും. ആരോഗ്യവകുപ്പിന്റെ ജനകീയ ക്യാൻസർ പ്രതിരോധ ക്യാമ്പയിൻ സംസ്ഥാനതല ഉദ്ഘാടനം ലോക ക്യാൻസർ ദിനമായ നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. 1 വർഷം നീണ്ടുനിൽക്കുന്ന പ്രവർത്തനങ്ങളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. സംസ്ഥാനത്ത് പ്രവർത്തന സജ്ജമായ 30 സ്മാർട്ട് അങ്കണവാടികളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു. ICDS പദ്ധതി 50ാം വർഷത്തിലെത്തുമ്പോൾ രാജ്യത്തിനാകെ മാതൃകയാകുന്ന നടപടികളുമായാണ് സംസ്ഥാനം മുന്നോട്ടു പോകുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ അങ്കണവാടികളിൽ ഭക്ഷണ മെനു പരിഷ്കരിക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. അങ്കണവാടിയിൽ ഉപ്പുമാവിന് പകരം ബിരിയാണി വേണമെന്ന് വിശദീകരിക്കുന്ന കുഞ്ഞിന്റെ വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് തീരുമാനം. എറണാകുളം ബ്രഹ്മപുരത്ത് കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റ് മാർച്ച് അവസാനത്തോടെ യാഥാർത്ഥ്യമാകുമെന്ന് മന്ത്രി MP രാജേഷ്. പ്രതിദിനം 150 ടൺ മാലിന്യം സംസ്കരിച്ച് 15 ടൺ ബയോഗ്യാസ് ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള പ്ലാന്റാണ് നിർമ്മിക്കുന്നത്. ഓട്ടോറിക്ഷ ഫെയർ മീറ്റർ പരിശോധനാ സംവിധാനം ഗ്രാമപഞ്ചായത്ത് തലങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണെന്ന് മന്ത്രി GR അനിൽ. പാലക്കാട് മണ്ണൂർ ഗ്രാമപഞ്ചായത്തിൽ ഫെയർ മീറ്റർ മുദ്രവയ്പ് ക്യാമ്പ് ഓഫീസിന്റെ ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചു. സർക്കാർ സേവനങ്ങൾ സമയബന്ധിതവും സുതാര്യവും സുഗമവുമായി ജനങ്ങൾക്ക് ലഭ്യമാക്കണമെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി. രജിസ്ട്രേഷൻ വകുപ്പിന്റെ കൊല്ലം ജില്ലാതല അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഫയലുകൾ തീർപ്പാക്കുന്നതിന് അദാലത്തുകൾ സംഘടിപ്പിക്കണമെന്ന് മന്ത്രി നിർദ്ദേശം നൽകി. ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ ഇന്ന് ആരംഭിച്ച മെഡിക്കൽ ലബോറട്ടറി പ്രദർശനത്തിന്റെ 24ാം പതിപ്പിൽ 40 രാജ്യങ്ങളിൽ നിന്നുള്ള 800-ലധികം സംരംഭകർ പങ്കെടുക്കുന്നു. മെഡിക്കൽ ലബോറട്ടറി സാങ്കേതിക വിദ്യയുടെയും ആരോഗ്യ സംരക്ഷണ നവീകരണ മാർഗങ്ങളുടെയും 4 ദിവസത്തെ പ്രദർശനത്തിനാണ് തുടക്കമായത്. 62 ഇന്ത്യൻ കമ്പനികൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ഉത്തരാഖണ്ഡിൽ നടക്കുന്ന 38ാമത് ദേശീയ ഗെയിംസിൽ കേരളത്തിന്റെ നീന്തൽ താരം സജൻ പ്രകാശിന് വെള്ളി. 200 മീറ്റർ വ്യക്തിഗത മെഡ്ലി വിഭാഗത്തിലാണ് മെഡൽ നേട്ടം. 15 കിലോമീറ്റർ സ്ക്രാച്ച് റേസിൽ കേരളത്തിന്റെ അദ്വൈത് ശങ്കർ വെള്ളി മെഡൽ കരസ്ഥമാക്കി. അതേസമയം വനിതകളുടെ വാട്ടർ പോളോ ഇനത്തിലും നീന്തലിൽ 4x100 മീറ്റർ ഫ്രീ സ്റ്റൈൽ റിലേയിലും കേരളം ഫൈനലിൽ പ്രവേശിച്ചു. എറണാകുളം മഹാരാജാസ് കോളേജിലെ നവീകരിച്ച സിന്തറ്റിക് ട്രാക്കിന്റെയും പുതിയ കമ്പ്യൂട്ടർ ലാബിന്റെയും ഉദ്ഘാടനം നാളെ മന്ത്രി R ബിന്ദു നിർവഹിക്കും. 6.5 കോടി രൂപ ചെലവഴിച്ചാണ് സിന്തറ്റിക് ട്രാക്കിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. ഭിന്നശേഷിക്കാർക്ക് വീട് നിർമ്മിക്കുന്നതിനും വാങ്ങുന്നതിനുമുള്ള മെറി ഹോം ഭവന വായ്പയുടെ പലിശ 7% കുറച്ചതായി മന്ത്രി R ബിന്ദു. 50 ലക്ഷം രൂപ വരെയുള്ള വായ്പയ്ക്കാണ് പലിശ കുറച്ചത്. ഫോർട്ട് കൊച്ചിയിലെ നവീകരിച്ച ബോട്ട് ജെട്ടി മന്ത്രി KB ഗണേഷ് കുമാർ നാളെ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന ജലഗതാഗത വകുപ്പ് പുതുതായി നീറ്റിലിറക്കുന്ന ബോട്ടുകൾ, മണ്ണ് മാറ്റൽ യന്ത്രം എന്നിവയുടെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിക്കും. ഇന്ത്യൻ തുറമുഖങ്ങളിൽ എത്തിയ ഏറ്റവും ഡ്രാഫ്റ്റ് കൂടിയ കപ്പലുകളിലൊന്നായ MSC കാർമലിറ്റ വിജയകരമായി ചരക്ക് കയറ്റി യാത്ര തിരിച്ചു. 16.8 മീറ്റർ ഡ്രാഫ്റ്റുമായാണ് കപ്പൽ വിഴിഞ്ഞത്തു നിന്ന് ഈജിപ്തിലേക്ക് പുറപ്പെട്ടത്. പൊന്മുടി കാണാനെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് സുഖകരമായ യാത്ര ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ വിതുരയിൽ ടൂറിസം ഹബ്ബ് പദ്ധതിക്ക് തുടക്കമാകുന്നു. വിതുരയിൽ നിന്നും കല്ലാർ ഗോൾഡൻ വാലി വഴി പൊന്മുടിയിലേക്കും മടക്കയാത്ര ഉൾപ്പെടെ 4 മണിക്കൂർ ദൈർഘ്യമുള്ള ഉല്ലാസയാത്രയ്ക്കാണ് തുടക്കമാകുന്നത്. രാവിലെ 6 മുതൽ വൈകിട്ട് 4 വരെ വിതുര KSRTC ഡിപ്പോയിൽ എത്തിച്ചേരുന്ന യാത്രികർക്ക് ഈ സൗകര്യം പ്രയോജനപ്പെടുത്താവുന്നതാണ്. 2025 ജനുവരി 28 വരെ 30.58 കോടി അസംഘടിത തൊഴിലാളികൾ ഈ ശ്രം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തതായി കേന്ദ്ര തൊഴിൽ മന്ത്രാലയം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.